ഒരു അസംഷൻ പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ചും ഈ ഒരു കാര്യം, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ പ്ലസന്റ് തിങ് ടു ലൈക്ക് ചാലഞ്ച് യുവർ എക്സിസ്റ്റൻസ്. അല്ലെങ്കിൽ നമ്മൾ എന്തോ മോശക്കാരാണ്, നമ്മൾ ഇസ്ലാം സ്വീകരിക്കാത്തതുകൊണ്ട് നമ്മൾ എന്തോ കുറഞ്ഞവരാണ് എന്നുള്ളൊരു അസംഷൻ വെച്ചിട്ടാണ് അവർ വന്നിങ്ങനെ പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ഈ ഒരു രക്ഷ ഞങ്ങൾക്ക് വേണ്ട, ഇല്ലാതെ തന്നെ ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് നമ്മളടുത്ത് പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങൾ കൊണ്ടു നടക്കുന്ന സാധനം അത്രയ്ക്ക് നാറ്റ കേസാണെന്ന് വേണമെങ്കിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടി എറിഞ്ഞു കൊടുക്കുക. സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ആയിഷക്ക് എത്ര വയസ്സായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ? ഇത് ചോദിച്ചാൽ അവിടെ കൊണ്ട് തീരും. അതൊന്നും പറയാനൊക്കത്തില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചോദ്യമല്ലേ, സിമ്പിൾ ചോദ്യമല്ലേ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയി അന്നത്തെ കാലത്ത് എങ്ങനായിരുന്നു എന്ന് പറയാൻ തുടങ്ങും. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്തിനാ ഇസ്ലാം കൊണ്ട് നടക്കുന്നത്? ഇത് വിൽക്കാൻ നടക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറയും. അന്നത്തെ കാലത്ത് അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന പ്രവാചകനെ കുറിച്ചാണ്. അപ്പം അന്നത്തെ കാലത്ത് പല തണ്ടിത്തരങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അതിലൊരാളാണ് പ്രവാചകൻ എന്നാണ് അവർ സമ്മതിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അയാൾ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്?